ഹലോ ഗൈസ്, ഐ എം അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് കാലമായി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെയിലി ഗ്ലൂ അപ്പ് റൂട്ടീനാണ്. ചുരുക്കി പറഞ്ഞ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതാ ഫേസിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഫേസിൽ ലിപ് ബാം പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇതാ ഇവിടെ ഒരു ഹെഡ് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ടോണറായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഇടയ്ക്ക് നല്ല രീതിയിൽ ഡ്രൈ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ റോസ് വാട്ടർ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. അടുത്ത് കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഏതെങ്കിലും ടോണറോ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് സ്കിന്നൊന്ന് വെറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഡ്രൈ സ്കിന്നിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ആവില്ല കേട്ടോ. ഒരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷനും സോഫ്റ്റ്നെസ്സും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റാണ് സൺസ്ക്രീൻ. ഇത് സൺസ്കൂപ്പിന്റെ ലിക്വിഡ് സൺസ്ക്രീൻ ആട്ടോ. ഫുൾ ബോഡിയിലും ഫേസിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ബാംഗ്ലൂരാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇനി ഒരുപാട് ചൂടാണെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്താലും സൺസ്ക്രീൻ ലാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. ചൂടെടുത്തിട്ട് ഞാൻ ഹെയർ ബാക്കിലേക്ക് കെട്ടി വെക്കുന്നുണ്ട്. വാസ്ലിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിക്വിഡ് കൺസീലർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പൊതുവേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ലൈറ്റ് ആയിട്ട് ഞാനൊന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കവറേജ് തരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മാർസിൻ്റെ 4-in-1 മേക്കപ്പ് ബ്രഷ് ആണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ഒരു നാച്ചുറൽ ഫിനിഷാണ് കേട്ടോ നമുക്ക് കിട്ടുക. എന്നെപ്പോലെ ഇങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിൽ മറക്കാതെ കുറച്ച് അപ്ലൈ ചെയ്യുന്നത്, എന്നാലേ ഒരു കറക്റ്റ് ഫിനിഷ് കിട്ടുള്ളൂ. നിങ്ങളും അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കൺസീലർ തപ്പുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ബ്ലഷ്. ഇത് സുഡിയോൻ്റെ ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ബെറി ഫ്ലെയിം ആണ്. 149 റുപ്പീസിന് ഇതൊരു കിഡിലൻ സാധനമാണ് കേട്ടോ. നല്ല ക്രീമി ലിക്വിഡ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നല്ല ഈസിയാണ്. ചില ബ്ലഷൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഡ്രൈ ആയിപ്പോവും. ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പൊതുവെ ഒരു സട്ടിലായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇഷ്ടം. അതിന് പറ്റിയൊരു ബ്ലഷാണിത്. പിന്നെ ഇത് തന്നെയാണ് ഞാൻ ഐലിഡ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, സിമ്പിളായിട്ട് വെക്കാം. ചിലപ്പോഴൊക്കെ ഇടുന്ന ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ടും ഐലിഡ്സിലൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ഞാൻ ലാക്മീൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ, കുറേ ആയി യൂസ് ചെയ്യുന്നു, കഴിയാറായിട്ടുണ്ട്. എൻ്റെ ലിപ്സ് നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സൂഡിയോൻ്റെ ക്ലിയർ ഗ്ലോസ് ആണ്, അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ലിപ്സ്റ്റിക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടാണ് ക്ലിയർ ഗ്ലോസിൻ്റെ കളർ ഏകദേശം ഒരു പിങ്ക് ആയത് കേട്ടോ. ഗ്ലോസി ലിപ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. ഇനി ഐലൈനറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും താഴെ മാത്രമായിരുന്നു ഐലൈനർ യൂസ് ചെയ്യാറില്ല, ബട്ട് ഇപ്പം മേലെ മാത്രം ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് എൻ്റെ ഐ ഷാഡോ പാലറ്റിലെ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് ഒരുപാട് ഷൈൻ ആയി തോന്നുന്നുണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഐലിഡ്സിൻ്റെ താഴെയും ഫോർഹെഡിലും പിന്നെ ചീക്ക് ബോണിൻ്റെ തൊട്ട് മേലെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സിമ്പിൾ ഗ്ലൂ അപ്പ് റൂട്ടീൻ. പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് റെഡി ആവാറുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഒരു ലുക്കിൽ ഞാൻ അധികം മേക്കപ്പ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും ഒരു സട്ടിൽ ഗ്ലോസി ലുക്കാണ് കേട്ടോ എനിക്കിഷ്ടം. ഇനി കൺസീലർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.